ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റോസിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ സ്റ്റെംസിൽ നിറയെ ഷൂട്ട്സും അതുപോലെ തന്നെ ഇലകളും അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റോസിനെ നന്നായി വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ 10 ദിവസങ്ങൾ ഇടവിട്ട് നമ്മൾ 3 വളപ്രയോഗങ്ങൾ നടത്തേണ്ടതുണ്ട്. ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് 3 കൂടി ഈ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് 3 വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇതിനായിട്ട് നമ്മൾ ആദ്യം കൊടുക്കേണ്ട വളം ഏതാണെന്ന് ആദ്യം നോക്കാം. നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു വളമാണ് യൂറിയ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളമായതുകൊണ്ട് തന്നെ ചെടികളുടെ ആദ്യകാല വളർച്ചയിൽ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇത് കൊടുക്കുന്നതിന് മുമ്പും അതിനുശേഷവും ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടതാണ്. ഇനി അതിന് മുകളിൽ കാണുന്ന മണ്ണ് ചെറുതായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഒരു ചെടിക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ എന്ന അളവിൽ ഇത് കൊടുക്കാവുന്നതാണ്. ഇതിടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. തണ്ടിൽ മുട്ടാതെ മാറ്റി വേണം ഇതിടണമെങ്കിൽ. അതിനുശേഷം മണ്ണ് കൊണ്ട് മൂടുക, പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മറ്റൊരു മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ എന്ന അളവിൽ ഈ വളം എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടിക്ക് ചുറ്റും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചെടിയിൽ നല്ല ആരോഗ്യമുള്ള ഇലകളും നല്ല ഷൂട്ട്സും പുതിയ സ്റ്റെംസും ഒക്കെ വരുന്നതായിരിക്കും. ഇങ്ങനെയാണ് ചെടിയെ നമ്മൾ ആദ്യം വളർത്തിയെടുത്തുകൊണ്ട് വരേണ്ടത്. ഇത് കൂടാതെ തന്നെ 2 ഫെർട്ടിലൈസർ 10 ദിവസങ്ങൾ ഇടവിട്ട് ശേഷം ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ 10 ദിവസത്തിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റോസ് വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.